ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മറക്കാൻ പറ്റുമോ? മഹാനവറുകൾ നടക്കുന്നതും ഈ കോഴിക്കോടിന്റെ ചാരത്താണ്. അപ്പൊ കോഴിക്കോട്ടുകാർക്ക് സമസ്തവുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വരുന്നു. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ യമനി തറവാട്ടിൽ നിന്നും വന്ന മഹാനാണ്. യമനി തറവാട്ടുകാർക്ക് വലിയ മഹത്വമുണ്ട്. അൽ ഈമാൻ ബിൽ യമാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഥാർത്ഥ ഈമാൻ യമനിയുടെ ഈമാനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യമനി പാരമ്പര്യമുള്ള ആളാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളുടെ ആ ഒരു ദീർഘവീക്ഷണത്തിൽ ഉദിച്ച ഈ ഒരു സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനം ഇന്ന് 94 വർഷങ്ങൾക്ക് ഇപ്പുറം അത് എത്തി നിൽക്കുമ്പം അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അഭിമാനകരമായ നിമിഷമാണ് ഈ നിമിഷം. സമസ്ത ഒരു പ്രവർത്തനവും നടത്താതെ അത് ആലിന്യങ്ങള് ദുആകളും മറ്റൊക്കെ ആയി ഇങ്ങനെ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ കോലത്തിൽ കാലം വികസിക്കുന്നതിനനുസരിച്ച് നമുക്കും ആ ഒരു പുരോഗതി കൈവരിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ കാലഘട്ടങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ സമസ്തയുടെ നേതാക്കന്മാര് അവര് മുശാവറ ചെയ്ത് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാണുന്ന എല്ലാ പ്രവർത്തന അഖില നിഖില മേഖലകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും സമസ്ത അവിടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു പ്രത്യേകമായ സാഹചര്യം ഈ കാലഘട്ടത്തിൽ നമുക്ക് വന്നപ്പം സമസ്ത അതിനെതിരെ എങ്ങനെയൊക്കെ നീങ്ങാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച് കൂലങ്കഷമായി അതിന്റെ പണ്ഡിതന്മാര് ചർവണം നടത്തി മുശാവറ ചെയ്ത് അവരിതാണ് സമസ്ത ഓൺലൈൻ ദർസുകളും മദ്രസുകളും ഒക്കെ വരെ ആ ഒരു രൂപത്തിലേക്ക് വരെ സമസ്തന്റെ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും മുഅ്മിനീങ്ങൾ നമ്മൾ ചിന്തിക്കണം, സമസ്തനെ കൊണ്ട് നമുക്ക് കിട്ടിയ നേട്ടം ഈ അൽഫും ബാഉം റാഉം യാ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ മദ്രസയിൽ നിന്നും പഠിച്ചു പോയതാണ്. ഖുർആൻ വായിക്കാൻ നമ്മൾ പഠിച്ചത് ഈ അൽഫും ബാഉം ഒക്കെ കൂട്ടി എഴുതിയിട്ടാണ്. അത് നമ്മൾ പഠിച്ചത് ഈ മഹത്തമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലാബിൽ അറിയപ്പെടുന്ന ഈ മദ്രസയിൽ ഈ ക്ലാസ്സിൽ വെച്ചിട്ടായിരിക്കാം ഞാനും നിങ്ങളും പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനോട് നമുക്ക് കടപ്പാടുണ്ട്, അതിനോട് നമുക്ക് കൂറ് പുലർത്തേണ്ടതുണ്ട്. ആ കൂറ് പുലർത്തൽ വെറും ഒരു യോഗം വിളിച്ചതിനെതിരെ ദുആ ചെയ്തതുകൊണ്ടോ മാത്രമായില്ല, അല്ലെങ്കിൽ സമസ്തയെ കുറിച്ച് വാക്കുകൾ സംസാരിച്ചതുകൊണ്ട് മാത്രമായില്ല. നമ്മുടെ ജീവിതത്തിൽ അവരൊക്കെ പാലിച്ചതുപോലെയുള്ള ഒരു ജീവിത വിശുദ്ധി കൊണ്ടുവരിക എന്നുള്ളതാണ് സമസ്തയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദൗത്യം, ഉത്തരവാദിത്തം. അതാണ് എന്തുകൊണ്ടാണ് സമസ്ത ഇത്രയും അധികം അറിയപ്പെട്ടത്? വേറെ ഇസ്ലാമിക സംഘടനകളിലൂടെയില്ലേ? സമസ്തയുടെ ലാബിൽ നിന്ന് അറിയപ്പെടുന്ന മറുവിഭാഗമില്ലേ? അല്ലെങ്കിൽ സമസ്തയ്ക്ക് എതിരായി വന്ന പല സംഘടനകൾ ഇന്ന് ലോകത്തില്ലേ, കേരളത്തിലില്ലേ? പക്ഷേ അവർക്കൊക്കെ മീതെയാണ് ഇന്ന് സമസ്ത അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? സമസ്തയിലുള്ള ഓരോ നേതാക്കളുടെയും ജീവിതം നിങ്ങൾ പരിശോധിച്ചു നോക്കുമ്പം വറയിൽ അധിഷ്ഠിതമായ, സൂക്ഷ്മതയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമല്ലാതെ ഒരു ആരും ജീവിച്ചു പോയിട്ടില്ല. അവരുടെയൊക്കെ വഫാത്തിന്റെ സമയം എടുത്തു നോക്കുമ്പോൾ മഹാനായ ശംസുൽ ഉലമ ഫാത്തിമ ഹോസ്പിറ്റലിൽ വെച്ചല്ലേ സുബഹിയുടെ ബാങ്കിന്റെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചേസ്തരം ചുറ്റും കൂടിയ ആളുകളൊക്കെ കേൾക്കുമാർ ഉച്ചത്തിൽ ഉരുവിട്ടുകൊണ്ട് മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ലോകത്തോട് വിട പറയുകയാണ്. അപ്പൊ അവരുടെയൊക്കെ ജീവിത വിശുദ്ധി, അവരുടെ ആക്യബത്ത് നോക്കിയാൽ മനസ്സിലാവും. അത്രക്കും സൂക്ഷ്മമായ ജീവിതമായിരുന്നു. റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണീർ അഹ്മദ് മുസ്ലിയാർ ചരിത്രം നമ്മൾ പഠിക്കണം. മഹാനവറുകൾ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ലോകത്ത് ജീവിച്ചു. എത്രത്തോളം എന്ന് അറിയുമോ നിങ്ങൾക്ക്? ഒരൊറ്റ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പഠിക്കണം ചരിത്രം. മഹാനായ കണ്ണീർ അഹ്മദ് മുസ്ലിയാർ വാർദ്ധക്യ സമയത്ത്, തന്റെ അവസാന സമയത്ത് പോലും തന്റെ മക്കള് വീട്ടുകാരെ തന്നെ കയ്യിലേന്തിക്കൊണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നടക്കാൻ പറ്റാതെ അത്രയും വയോധികമായ അവസ്ഥയിൽ, ആ വാർദ്ധക്യ അവസ്ഥയിൽ പോലും ബാത്റൂമിലേക്ക് തന്റെ മക്കള് തന്നെ എങ്ങനെ എടുത്തുകൊണ്ട് പോയ സമയത്ത് പെട്ടെന്ന് ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറിയ മഹാനവറുകളെ പെട്ടെന്ന് കുട്ടിയോട് പറഞ്ഞു, കയറാനായിട്ടില്ല, പുറത്തിറക്കിയതിന്റെ ശേഷം മഹാനവർ കാലൊന്ന് മാറ്റിയതിന്റെ ശേഷം രണ്ടാമത് ബാത്റൂമിലേക്ക് കടന്നു. അപ്പൊ നോക്കിയപ്പം ആദ്യം കയറിയത് വലത് കാലം മുന്നിച്ചായിരുന്നു. തന്റെ മക്കൾ തന്നെ കയ്യിൽ എടുത്തുകൊണ്ടു പോകുന്ന സമയത്ത് പോലും, ആ സമയത്ത് പോലും ആരാണ് ഈ സുന്നത്തെ ശ്രദ്ധിക്കുക? നമ്മൾ ശ്രദ്ധിക്കാം ഇല്ല. നമ്മൾ ജീവിതത്തിൽ കറാഹത്ത് പോയിട്ട് ഹറാമുകൾ ദിനേന ഒരുപാട് ചെയ്യുന്ന ആളുകളാണ്. എന്നെ കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടത്.
കാല് മാറ്റിയിട്ട് ഇടത്തെ കാല് രണ്ടാമത് വെച്ച് മാറ്റിയതിന്റെ ശേഷം അത് മുന്തിച്ചു, വെക്കാൻ കഴിയല്ലോ, എടുത്തുകൊണ്ട് പോകല്ലേ, അത് മുന്തിച്ചതിന്റെ ശേഷമാണ് രണ്ടാമത് ഹലാലിലേക്ക് ബാത്റൂമിലേക്ക് പ്രവേശിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം. അത്രക്കും സൂക്ഷ്മത ആ സമയത്ത് പോലും പാലിച്ച മഹാൻ. ചരിത്രം ഈ സമയത്ത് ഓർമ്മ വരികയാണ്. മഹാനവറുകളെ കാസർഗോഡ് തുരുത്ത് എന്ന പ്രദേശത്ത് മുദരിസായി നിൽക്കുന്ന സമയം മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. മഹാനവറുകൾ അവിടെ ജോലി ചെയ്ത സമയത്ത് അവിടെ അറിയപ്പെട്ട ഒരു സാമുദായിക നേതാവ് അഹ്മദ് ഹാജി മരണപ്പെടുകയുണ്ടായി. ആ മരണപ്പെട്ട സമയത്ത് വാർത്ത അറിഞ്ഞപ്പോ മഹാനവറുകളെ അവിടുത്തെ മുദരിസും ഇമാമുമല്ലേ, മഹാനവറുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുത്തു. മഹാനവറുകൾ ദുആ ചെയ്തു. പിരിയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ മക്കളെ കൂട്ടത്തിൽ നിന്നും ഒരു മൂത്ത സഹോദരൻ, ഒരു മൂത്ത മകൻ വന്നുകൊണ്ട് ഉസ്താദിന് ഒരു വാച്ച് സമ്മാനമായി നൽകി. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, ഇത് വാപ്പ ഹയാത്ത് കാലത്ത് കെട്ടിയ വാച്ചാണ്, നല്ല വിലപിടിപ്പുള്ള വാച്ചാണ്. നമ്മൾ ഇന്നത്തെ കാണുന്ന വാച്ചൊന്നല്ല, അന്നത്തെ വാച്ച് എന്നൊക്കെ പറഞ്ഞാൽ നല്ല വിലപിടിപ്പുള്ള ഒറിജിനൽ വാച്ചുകളാണ്. ആ വാച്ച് ഈ മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർക്ക് സമ്മാനമായി ഈ മകൻ നൽകിയപ്പം മഹാനവറുകൾ ആ വാച്ചിങ്ങനെ പിടിച്ചു. വാച്ചിങ്ങനെ പിടിച്ചിട്ട് മകനെ എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അല്ല നിങ്ങളെ വാപ്പാക്ക് എത്ര മക്കളാ? അപ്പൊ അങ്ങനെ പറഞ്ഞു, നമ്മളിങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാ മക്കളെയും ഒരുമിച്ച് കൂട്ടി. അതില് ഏറ്റവും താഴെയുള്ള മകന്റെ വയസ്സ് എത്ര ചോദിച്ചു? അത് 10 വയസ്സാണ്. അപ്പൊ എത്തിയും കുട്ടിയാണ്. അയാൾ മരിക്കുമ്പം ഈ ചെറിയ കുട്ടി എത്തിയുമാണല്ലോ, വാപ്പ മരിച്ചല്ലോ, 10 വയസ്സുള്ള ഈ കുട്ടിക്ക്. മഹാനവറുകൾ പറഞ്ഞു, ഈ മക്കളായ എല്ലാ ആളുകളും ഇവിടെ ഉണ്ടായിരിക്കെ ഇവർക്ക് അർഹതപ്പെട്ട മുതൽ എനിക്ക് തരാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? നിങ്ങളത് ചെയ്യാൻ പാടില്ല, നിങ്ങളത് ചെയ്തത് ശരിയായില്ല, ഇവർക്ക് അർഹതപ്പെട്ട മുതലാണത് വാപ്പാന മുതൽ, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കൂല. ഇയാളാണെങ്കിലോ നല്ല മനസ്സോടുകൂടി തൃപ്തിയോടുകൂടി കൊടുത്തതാണ്. പക്ഷേ ശൈഖുനാന്റെ ഈ മറുപടി കേട്ടപ്പം അദ്ദേഹം ഇല്ലാതെയായിപ്പോയി, കൊടുക്കേണ്ടിയില്ല അവസ്ഥയിലേക്ക് എത്തിപ്പോയി. തടിച്ചുകൂടിയ ജനത്തിന്റെ മുമ്പിലാണ് ഈ പറയുന്നത്. മഹാനവറുകൾക്ക് നല്ല പറയുന്ന ഒരവസ്ഥയില്ല. കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് ആളെ മുമ്പിൽ ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കും. ഇത് പറഞ്ഞപ്പം ഇയാൾക്കാകെ രാജാറായി. അപ്പൊ തന്നെ ഇയാൾ അമ്മമാരെല്ലാരും വന്നുകൊണ്ട് തീരുമാനാക്കി, ഉസ്താദെ ഞങ്ങൾ ഏറ്റെടുത്തോളാം, അത് നിങ്ങൾ എടുത്തോളി, അയാളെ കാശ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ആരാണ് ഈ ഞങ്ങൾ? ഈ ഞങ്ങളാരാണ്? ഞങ്ങൾ എന്ന് പറഞ്ഞോണ്ട് കാര്യമല്ലോ, ഈ ഞങ്ങൾ ആരാ ഏറ്റെടുത്താലും അതിന് നമുക്ക് മറുപടി ഇല്ല. അവസാനം ആ കൂട്ടത്തിൽ നിന്ന് ഒരാള് കൈ പൊന്തിച്ചുകൊണ്ട്, ഉസ്താദ് ഈ വാച്ചിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, ഇതിന്റെ ക്യാഷ് എത്രയാണോ അത് ആ കുട്ടികൾക്ക് ഞാൻ കൊടുത്തു കൊള്ളാമെന്ന് അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പം നീ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ച് അള്ളാഹുവിനെ മുൻനിർത്തി അവിടെ കൂടിയ ജനസാഗരത്തെ എല്ലാം സാക്ഷിയാക്കി മഹാനവറുകൾ എന്നാ പിന്നെ ഞാൻ സ്വീകരിച്ചു, എന്നാൽ പിന്നെ ഞാൻ എടുത്തോളാം. ഇതാണ് മഹാനവറുകൾ സൂക്ഷ്മമായ ജീവിതം. ഇന്നത്തെ സമൂഹം SKSF കുട്ടികളും SKJMCCയും എല്ലാവരും എല്ലാ മുഅ്മിനീങ്ങളും പഠിക്കേണ്ടത് ആ സമസ്ത ജമാഅത്തുൽ ഉലമയുടെ കഴിഞ്ഞു പോയ പണ്ഡിത സൂര്യകളുടെ അവരുടെയൊക്കെ ജീവിത വിശുദ്ധി എത്രയുണ്ടായിരുന്നതാണ് ഞാനടക്കമുള്ള ആളുകൾ ചിന്തിക്കേണ്ടത്. അതാണ് നമ്മുടെ പ്രസ്ഥാനം. മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ എത്രത്തോളം സൂക്ഷ്മമായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ശ്രദ്ധിക്കണം, ആ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ വഫാത്താവുന്നത് 1993-ലാണ്. 1993-ലാണ് മഹാനവറുകൾ വഫാത്താകുന്ന സമയം വരെ സമസ്തയുടെ അജയ്യനായ പ്രസിഡന്റാണ് മഹാനവറുകൾ. എന്നാൽ 989-ലാണ് സമസ്ത പിളരുന്നത്. സമസ്ത ഭിന്നിക്കുന്നത് 959-ലാണ്. 959, 90, 91, 92, 93 3 വർഷം കൂട്ടാ, ചുരുങ്ങിയത് 3 വർഷം എന്തായാലും 93 വരെ മഹാനവറുകൾ ജീവിച്ചിട്ടുണ്ട്. 3-4 വർഷം. ഇത്രയും വർഷം മഹാനവറുകൾ സമസ്തകളുടെ ജമാഅത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരിക്കെ മറ്റൊരു സമസ്തയെ രൂപീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? മറ്റൊരു പ്രസിഡന്റിനെ ഇവിടെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? ഇത്രയും വലിയ കറാമത്തിന്റെയും സൂക്ഷ്മതയുടെയും ജീവിത വിശുദ്ധിയുടെയും ഉടമയായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരെയും ശംസുൽ ഉലമയെയും മാറ്റി നിർത്തിക്കൊണ്ട് എന്തിന് മറ്റൊരു പ്രസിഡന്റും സെക്രട്ടറിയും ഇവിടെ രൂപം കൊണ്ടും എന്തിന് മറ്റൊരു സമസ്തയുടെ രൂപീകരിച്ചു? സമസ്ത എങ്ങനെ പറയാൻ പറ്റില്ല, പോട്ടെ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഏതാണ് ഹക്ക്? ഹക്കും ബാത്തിലും തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ആദർശ വിശുദ്ധി കൈവരിച്ചു കൊണ്ടുവേണം നമ്മൾ പ്രവർത്തിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ, സമസ്തന്റെ വാർഷിക ദിനത്തിൽ സമസ്തന്റെ ആളുകളെ കുറിച്ച് പറയുന്നത് ആരെ കുറിച്ചാ പറയാം? പിന്നെ ആരെ കുറിച്ചാ പറയാം? അതുകൊണ്ടാണ് അവരെ കുറിച്ച് 2 വാക്ക് സംസാരിച്ചത്. മഹാനായ ശംസുൽ ഉലമാ മുസ്ലിയാർ വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു.
വലിയ കറാമത്തിനുടമ, വലിയ വലിയ കറാമത്തുകൾ ലോകത്ത് കാഴ്ചവെച്ച മഹാനാണ്. ഒരു ഉദാഹരണത്തിന് ഒന്ന് മാത്രം, മഹാനായ ചെറുവാളൂർ ഉസ്താദ്, എല്ലാവർക്കും അറിയാം. ചെറുവാളൂർ ഹൈദൂസ് മുസ്ലിം ഈ അടുത്ത കാലത്ത് നമ്മളോട് ഇവിടെ പറഞ്ഞത് മഹാനവറുകൾ ഷംസുൽ ഉലമയുടെ പ്രമുഖ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ആളായിരുന്നു മഹാനായ ചെറുവാളൂർ ഹൈദൂസ് മുസ്ലിം. ഇന്നത്തെ സമസ്തയുടെ പ്രസിഡന്റ് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ അവിടുത്തെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ആളുകളാണ്, ശിഷ്യന്മാരാണ്. ഹൈദൂസ് മുസ്ലിം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ചരിത്രമുണ്ട്. സമസ്തക്ക് പിളർന്നതിന് മുമ്പുണ്ടായ സംഭവമാണ്. മഹാനവർക്ക് ചെവിക്കൊരു ഓപ്പറേഷൻ സംഭവങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. ചെവിക്കൊരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം വന്നപ്പം പിന്നെ അദ്ദേഹം പല ഡോക്ടർമാരെടുത്തും പോയി, പല വൈദ്യന്മാരെടുത്തും പോയി ചികിത്സിച്ച്. എല്ലാവരും പറഞ്ഞു ഓപ്പറേഷൻ വേണം. കോയമ്പത്തൂർ പോയി അവിടുന്ന് പറഞ്ഞു ഓപ്പറേഷൻ വേണം. തൃശ്ശൂർ മുമ്പിൽ ചെറുവാളൂർ തൃശ്ശൂരിലല്ല, അവിടെ ഒരു ഡോക്ടർ അറിയപ്പെട്ട ഡോക്ടർ മൂപ്പരും അന്വേഷിച്ച് മൂപ്പരും പറഞ്ഞു ഓപ്പറേഷൻ വേണം. എല്ലാവരും ഓപ്പറേഷൻ മുദ്ര കുത്തിയപ്പോ എന്താ ചെയ്യാം, ഓപ്പറേഷൻ ചെയ്യാതെ സാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തിയപ്പോ മഹാനവറുകൾ നേരെ പോയി കണ്ടു. ഷംസുലമയുടെ വീട്ടിൽ ഹയാത്തുള്ള കാലമാണോ, 960 ചരിത്രമാണ് ഈ പറയുന്നത്. മഹാനവരുടെ വീട്ടിൽ പോയി, വീട്ടിലിങ്ങനെ ചേട്ടിന്നൊക്കെ പറയും, അങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുക, ഒരു പായൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ലളിതമായ ജീവിതത്തിന്റെ ഉടമ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉസ്താദ് കയറി വന്നു, ശിഷ്യൻ. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ചെവിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞത്, ഗുരുതരമാണ്, ചെവിക്ക് ഓപ്പറേഷൻ വലിയ പേടിയുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ദുആ ചെയ്യേണ്ടി പറഞ്ഞു. മഹാനൊന്നുമില്ല, തല താഴ്ത്തി ഇങ്ങനെ ഇരുന്നതിന് ശേഷം മഹാനായ ഷംസുൽ ഉലമ കുറച്ചു നേരം ഇങ്ങനെ കണ്ടുകൂട്ടി ഇരുന്നതിന് ശേഷം മേട്ട് വന്നിട്ട് പറഞ്ഞു, എടാ എന്റെ കാര്യം ഞാൻ മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ധൈര്യമായിട്ട് പോയിക്കോ. എന്റെ കാര്യം ഞാൻ മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ധൈര്യമായി പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പിന്നെ കൂടിക്കാഴ്ച അവിടെ പിരിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മഹാനവറുകള് ഒരു യാത്രയില് പിന്നെ ഷൊർണൂരിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ ഇറങ്ങി പെട്ടെന്ന് അസ്റിൽ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ ആവശ്യമുള്ള പള്ളിയിൽ കയറി നിസ്കരിച്ച് കുറച്ച് വിഗ്രഹങ്ങളൊക്കെ നമുക്ക് ചെയ്യാണ്ടാവും. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ അവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് മയങ്ങി പോയപ്പം ആ മയക്കം അങ്ങനെ നീണ്ടു. ആ ദീർഘമായ ആ ഉറക്കത്തിൽ പിന്നെ എന്തൊക്കെയോ ചില അനുഭവങ്ങൾ ആരൊക്കെയോ തന്നെ എടുത്തുകൊണ്ടു പോകുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ഉറക്കിൽ നിന്നും എണീറ്റ സമയത്ത് അദ്ദേഹത്തിന്റെ അനുഭവമാണ്, വെറുതെ എന്തെങ്കിലും പറയില്ല. കള്ള സ്വപ്നങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഏർപ്പാട് നമുക്കില്ല. കാരണം നമുക്ക് കറാമത്തുകൾ പറയാൻ ഉള്ള കറാമത്ത് തന്നെ പറഞ്ഞാൽ തീരില്ല. സമസ്തന്റെ ആലിന്യങ്ങളുടെ ഉള്ള കറാമത്ത് പറഞ്ഞാൽ തീരില്ല. പിന്നെ ഇല്ലാത്ത കറാമത്ത് ഉണ്ടാക്കാൻ ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ ആ അനുഭവം അദ്ദേഹത്തിന് എന്തൊക്കെയോ അനുഭവപ്പെട്ടു, ആരൊക്കെയോ തന്നെ കൊണ്ടുപോകുന്നു, പ്രശ്നം ചെയ്യും. എണീറ്റ് നോക്കിയ സമയത്ത് ചെവിക്ക് ഭയങ്കര വേദന, ഭയങ്കരമായ അസ്വസ്ഥത, വേദന. ഉടനെ ഡോക്ടറെ അടുത്ത് പോയി. ഓപ്പറേഷൻ ചെയ്യണമെന്ന് ശരിയാണല്ലോ. ഉടനെ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ നോക്കിയപ്പോൾ ഈ ചെവി ക്ലിയർ ആയിട്ട് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. ആരാ ഓപ്പറേഷൻ ചെയ്തത് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്, വലിയ അത്ഭുതം അവിടെ സംഭവിച്ചു. മഹാനായ ഷംസുൽ ഉലമയുടെ ജീവിച്ചിരിക്കുന്ന കറാമത്തായിരുന്നു അത്. ഇങ്ങനെ കറാമത്ത് കാണിച്ച മഹാന്മാർ, അവരുടെ ജീവിത വിശുദ്ധി നമ്മൾ പഠിക്കണം. അവരുടെയൊക്കെ അവസാനം ആക്ടിബത്ത് എടുത്ത് നോക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചത്തിൽ ഉച്ചരിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് മഹാന്മാരെ സാക്ഷി നിർത്തിയാണ് അവരൊക്കെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അത്തരം ഒരു വിശുദ്ധി നമ്മളും കൈവരിക്കണം. മഹാനായ ഈ പറഞ്ഞ ചെറുവാലൂർ വഫാത്താവുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? അതൊക്കെ വല്ലാത്തൊരു അനുഭവമാണ്. സമസ്തയുടെ ആലിമയുടെ മരണം നമുക്ക് കെ ടി മാനു മുസ്ലിയാർ, നമ്മുടെ ഈ കോഴിക്കോട് കടപ്പുറത്തുന്ന മഹാനവറുകൾ അദ്ദേഹത്തിന്റെ അവസാന സമയം ചെലവഴിക്കുന്നത്. സമസ്തകളെ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ 50ാം വാർഷികം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50ാം വാർഷികത്തിനാണ് മഹാനവറുകൾക്ക് പെട്ടെന്ന് വേദന ഇളകിയിട്ട് ആംബുലൻസിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. ആ സമയത്ത് അവിടെ വെച്ച് ആ ആംബുലൻസിൽ വെച്ച് ഉറക്കെ മഹാനായ അബ്ദുൽ ഹമീദ് ഫൈസലി അമ്പലക്കടവിൽ സാക്ഷിയാണ്, അദ്ദേഹത്തിന്റെ മരുമകൻ, ഉറക്കെ ലാ ഇലാഹ ചൊല്ലിക്കൊണ്ട മഹാനവറുകൾ സമസ്തയുടെ എല്ലാ ആലിമീങ്ങളും ചെറുവാലൂർ ഉസ്താദ് വഫാത്തിന്റെ സമയത്ത് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെട്ട സമയത്ത് അദ്ദേഹം മഹാനായ ഷംസുൽ ഉലമയുടെ ചാരത്ത് പോയി. തന്റെ ഡ്രൈവർ ഇർഷാദ് വാഫി, നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹം ഒപ്പമുണ്ട്. അദ്ദേഹം ചെന്ന് ഒരു കുപ്പി സംസമുള്ള മഹാനുള്ള സമയത്തിൽ വെച്ചിട്ട് ദുആ ചെയ്തു. എന്നിട്ട് അതെടുത്ത് വണ്ടിയിൽ വെച്ചു. ചില കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചു. അതൊക്കെ അല്ലാഹുവേ നമുക്കറിയാം, അവരും തമ്മിലുള്ള ചില വിഷയങ്ങളാണ്. സംസാരിക്കും, അതൊന്നും എതിർത്തിട്ട് കാര്യമില്ല. മഹാന്മാര് മരിച്ചു പോയെന്ന് കേട്ടെങ്കിൽ അവർ മരിച്ചെന്ന് വിചാരിക്കണ്ട. അവർ ജീവിച്ചിരിക്കുന്ന ഹയാത്തുള്ളവരാണ്. അവര് വെറും അവര് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഷംസുലമയുടെ കാര്യങ്ങൾ പറഞ്ഞ് പുറത്തിറങ്ങി കുപ്പിയിൽ വെള്ളം സംസം വെള്ളം വെച്ചിട്ട് മഹാനോട് പറഞ്ഞു, ഇത് ആർക്കും കൊടുക്കുന്നത് എനിക്ക് ആവശ്യമുള്ളതാണ്. അങ്ങനെ മഹാനവർക്ക് രോഗം പിടിപെട്ട സമയത്ത് അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ആ സമയത്ത് വെള്ളം കുടിച്ചു എന്ന ചരിത്രത്തിൽ കാണാം. അനുഭവങ്ങളാണ്. അങ്ങനെ അവസാന സമയത്ത് മഹാനവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി
റാഹത്തായിട്ട് മരിച്ച സംഭവമാണ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞത്. മരിക്കുന്നതിനെ തൊട്ട് മുമ്പ് മഹാനവകൾ കബർ കുഴിച്ചു വെച്ചിരുന്നു. തൊട്ട് മുമ്പല്ല, മുമ്പേ കുഴിച്ചു വെച്ച കബറാണ്. പക്ഷെ തൊട്ട് മുമ്പ് വേറെ അനുഭവം ഉണ്ടായി. ആ കുഴിച്ചു വെച്ച കബറിൽ എപ്പോഴും വന്നുകൊണ്ട് മഹാനവകൾ ഖത്തം തീർക്കാറുണ്ടായിരുന്നു. മഹാനായ ആനക്കര സീഖ് മുസ്ലിം സംസ്ഥയുടെ പ്രസിഡന്റ് ആയിരുന്നില്ലേ? മഹാനവകളും ഇതുപോലത്തെ കബറുകൾ കുഴിച്ചു വെച്ചിരുന്നു. ചെറുവാർ ഉസ്താദും കബർ കുഴിച്ചു വെച്ച് എപ്പോഴും ആ കബറിൽ പോയിക്കൊണ്ട് ദുആ ചെയ്യും, ഖത്തം ഓതി തീർക്കും, മഹാനായ അവര് തന്റെ കബറിൽ സ്വന്തം കുഴിച്ചു വെച്ച് ആ കബറിൽ 1000-ഓളം ഖത്തമുകൾ തീർത്തു എന്ന് ചരിത്രത്തിൽ കാണാം. ഇതൊന്നും അത്ഭുതമുള്ള കാര്യമാണ്. അതൊക്കെ മഹാന്മാരായ ആളുകൾ ചെയ്യും. അവർക്കറിയാം മരിച്ചു പോകണമെന്ന്. നമുക്കൊക്കെ അറിയാം. നമ്മളായാലും മെയിൻ ചെയ്യല്ല, മരിക്കാതെ നമുക്ക് ഭയങ്കര പേടിയാണ്. നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ഈ ഇവിടെ പാടുപെടുന്നത്. അതുകൊണ്ടാണല്ലോ സ്വർഗ്ഗ സമാനമായ കൊട്ടാരങ്ങളും മണിമാളികളും നമ്മൾ കിട്ടിപ്പോക്കുന്നത്. എന്തുകൊണ്ടാ? മരിക്കാൻ നമുക്ക് ആഗ്രഹമല്ല, നമ്മളത് കൊതിക്കുന്നില്ല. മരണത്തെ കുറിച്ച് ഒരു നിമിഷം പോലും ആലോചിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറല്ല. മരണം ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ട് നീ കരയേണ്ടതാ. ഖബറെന്ന് കേട്ടാൽ ഞെട്ടണം. ഇവിടെ കേട്ടിട്ട് അല്ല, കണ്ടിട്ട് അല്ല, ഖബറിന്റെ അടുത്ത് പോയിട്ട് അതിലേക്ക് മയ്യത്തിനെ ഇറക്കി വെക്കുന്ന സമയത്ത് പോലും നമ്മൾ ദൃക്സാക്ഷികളായിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും നാളെ ഞാനും ഈ ആരുടെ മണ്ണിൽ കിടക്കാനുള്ളവനാണ് എന്ന് ആലോചിച്ച് വിറ്റ് കണ്ണീര് എന്റെയും നിങ്ങളുടെയും ഈ കണ്ണിൽ നിന്ന് വിറ്റ് വീണിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് കഴിച്ചില്ല, ഓൻ രക്ഷപ്പെട്ടു, ഓൻ വിജയിച്ചു. മുത്തഖീങ്ങൾക്കാണ് അന്തിമ വിജയം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നതിന് തൊട്ട് മുമ്പ് ഖബർ തയ്യാറാക്കി കുറച്ച് ദിവസം മുമ്പ് ഖബർ കുത്തിയ ആൾ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഖബർ ഒന്ന് 20 സെന്റിമീറ്റർ നീളം വീതി കൂടണം, ഖബറിന്റെ ഉള്ളിൽ ഒന്ന് 20 സെന്റിമീറ്റർ ഒന്ന് വീതി കൂട്ടണമെന്ന് മഹാനവകൾ പറഞ്ഞു. ഇയാളാണെങ്കിലോ ഖബർ കുത്തി 10-20 കൊല്ലം പാക്കമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഇയാളെന്ന് പറയാണ് ഖബർ വീതി 20 സെന്റിമീറ്റർ നീളം വീതി കൂട്ടണം. ആ വീതി ഖബർ സാധാരണ നമുക്കറിയാം, ഖബർ മേലെ ഇങ്ങനെ കുഴിച്ചിട്ട് ഉള്ളിൽ ഒരു കുഴി ഉണ്ടാവും. ആ ചെരിച്ച് കിടക്കാനുള്ള സൗകര്യത്തിനാണ്, നിവർന്ന് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. ചെരിച്ചാണോ കിടത്തേണ്ടെങ്കിൽ ഇതിലേക്ക് മുന്നിട്ടിട്ട് അങ്ങനെ കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അതൊന്ന് വീതി കൂട്ടാൻ വേണ്ടിയാ പറഞ്ഞത്. അപ്പൊ എല്ലാരും വേണ്ടാന്ന് പറഞ്ഞു. ശേഷം ഷെയ്ഖുന അത് നിർബന്ധം പിടിച്ചപ്പം അങ്ങനെ വീതി കൂട്ടി. ഷെയ്ഖുന പറഞ്ഞല്ല, ഉസ്താദ് പറഞ്ഞല്ല, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് വീതി കൂട്ടി. അങ്ങനെ മഹാനവറുകൾ ജോലി ചെയ്യുന്ന ചെറുവാളൂരാണ് ജോലി ചെയ്തിരുന്നത്. പിന്നീട് നമുക്ക് വേറെ സ്ഥാപനമുണ്ട്, വേറെ സ്ഥാപനം തൃശ്ശൂർ ജില്ലയിൽ തന്നെ. അവിടെയാണ് ജോലി ചെയ്തത്. 2 വർഷം മരിക്കുന്നതിന്റെ 2 വർഷം മുമ്പ് വരെ അവിടെ ആയിരുന്നു. അവിടെ എപ്പോഴും റൂമിൽ കട്ടിയിട്ടിരുന്നത് പടിഞ്ഞാറ് കിഴക്കായിരുന്നു കിടക്കാൻ. പടിഞ്ഞാറ് ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട് കാലും ഇങ്ങോട്ട് തലയായിട്ട് പടിഞ്ഞാറ് കിഴക്കായിരുന്നു കടന്നിരുന്നത്. മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് മഹാനവറുകൾ അവിടെ തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ആ കട്ടിലൊന്ന് തിരിച്ചിടാൻ പറഞ്ഞു, വടക്ക് തെക്കാക്കാൻ പറഞ്ഞു. വടക്ക് തെക്കാക്കിയ പടിഞ്ഞാർക്ക് ഖബറിലൊക്കെ കിടക്കുന്ന ആ രൂപം ഉണ്ടല്ലോ, പടിഞ്ഞാറേക്ക് തിരിഞ്ഞിട്ട് മുഖം തിരിച്ചു വെക്കുന്ന രൂപം, അങ്ങനെ ആക്കിയിടാൻ പറഞ്ഞു. എന്തൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ആക്കിയിടാൻ, എന്തൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ മഹാനോട് പറയുന്ന പോലെ മരണത്തിന്റെ ചില സൂചനകൾ മഹാനവർക്ക് കിട്ടിയതുപോലെ. മഹാന്മാർക്ക് അങ്ങനെയാണ്, മരിക്കുന്നതിന് മുമ്പ് ആ സൂചനകൾ കിട്ടും. അങ്ങനെ മഹാനവറുകൾ വഫാത്തായി, ചുരുക്കി പറയട്ടെ, മഹാനവറുകൾ വഫാത്തായി ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്താണ് അവിടെ ആ നാട്ടില് ആ പ്രദേശത്തെ ഒരു പ്രകൃതി എന്നുള്ളത് പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അന്ന് ആ ചുറ്റുപാടില് മഴ പെയ്ത് ഖബറിലൊക്കെ വെള്ളം കയറിയിട്ട് ആ ഖബറിലേക്ക് മയ്യത്ത് ഇറക്കി വെക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. നോക്കണം, മഹാനുള്ള ദീർഘവീക്ഷണമാണ് ഞാൻ ഈ പറയുന്നത്, ചിന്തിക്കണം. ഇറക്കി വെക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. ഖബറാണ് കുത്തി വെച്ചിട്ടുണ്ട്, ഈ ഖബർ മാറ്റി കുഴിക്കണോ വേണ്ടയോ? ഉസ്താദ് കുത്തിവെച്ച ഖബറാണ്, തന്നെ ഈ ഖബറിൽ അടക്കം ചെയ്യാൻ മഹാനോട് വസീയത്ത് ചെയ്തതുമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജ്നിയ വൈസ് പ്രസിഡന്റ് MT അബ്ദുൽ മുസ്ലിയാർക്ക് ആളുകൾ ഫോൺ വിളിച്ചു, എന്താണ് ഉസ്താദ് ചെയ്യേണ്ടത്? ഖബർ മാറ്റി കുഴിക്കണോ അതല്ലേ ഈ ഖബറിലെ ഉസ്താദിനെ മറവ് ചെയ്യണോ? അതാണ് ചോദ്യം. ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് കുഴിച്ചു വെച്ച ഖബറായതുകൊണ്ട് ഇതിൽ തന്നെ മറവ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടും നമുക്ക് മാറ്റി കുഴിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഈ ഖബറിൽ വെള്ളം തട്ടാത്ത രീതിയിൽ മയ്യത്ത് ഇറക്കി വെക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം. അതുകൊണ്ട് പ്ലൈവുഡിന്റെ ഒരു പെട്ടി പോലെ അതിൽ ഉള്ളിൽ ഇറക്കി വെക്കാൻ സൗകര്യമാകുന്ന രീതിയിൽ അതിൽ സജ്ജീകരിക്കാൻ വേണ്ടി പറഞ്ഞു, വെള്ളം കയറാത്ത രീതിയിൽ. ആ പ്ലൈവുഡിന് വേണ്ട അത്രത്തോളം വീതിയും ആ സെന്റിമീറ്ററുമായിരുന്നു ഉസ്താദ് അവർ മുൻകൂട്ടി കണ്ടത്. ആ 20 സെന്റിമീറ്റർ ഒന്ന് വീതി കൂട്ടി ആ ഖബറൊന്ന് പുനർനിർമ്മിക്കുക, അല്ലെങ്കിൽ വീണ്ടും ഒന്നത് വീതി കൂട്ടണമെന്ന് ഉസ്താദ് പറഞ്ഞതിന്റെ സിർ, അതിന്റെ രഹസ്യം ഇതിനായിരുന്നു എന്ന് പിൽക്കാലത്താണ് മനസ്സിലായത്.
ഇത്രത്തോളം ദീർഘവീക്ഷണമുള്ള പണ്ഡിത സാധാതുക്കൾ കഴിഞ്ഞു പോയ മഹിതമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമ്മൾ നോക്കാം, വെറും ഒരു സമസ്ത എന്ന പേരിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ തന്നെ കാണാതെ അതിന്റെ